ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എനിക്കറിയാം കുറേ നാളെ നമ്മൾ കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലാണെങ്കിൽ ഒരു അടിപൊളി റാങ്ക് മാച്ച് സോൾവേസ് ഗോൾഡ് ഗെയിം ഹേ ഗൈസ്, ഇറ്റ്സ് മീ AK ഗെയിമിംഗ്. ഗൈസ്, ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ പഴയ ഫ്രീ ഫയർ ഭരിച്ചിരുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ഇപ്പൊ എവിടെ പോയി? അവരുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ഒക്കെ ഇപ്പൊ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ അവർ സെയിൽ ചെയ്തു? ഇതൊക്കെ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഗൈസ്? അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഴയകാല യൂട്യൂബേഴ്സിന്റെ ഫ്രീ ഫയർ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും മടിച്ചു നിൽക്കാണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് അടിക്കാണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ ഇട്ട് വെച്ചേക്കാനും മറക്കണ്ട. ഒട്ടും പറഞ്ഞ സമയം ലൈക്ക് അടിപ്പിക്കാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന യൂട്യൂബേഴ്സ് ആരാന്നറിയാത്ത കുറെ പിള്ളേരുണ്ട്. അതായത് ഈ അടുത്ത് കളി തുടങ്ങിയവരൊക്കെ ഫ്രീ ഫയർ തുടങ്ങിയിട്ടുള്ള എന്റെ മെയിൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ ഡയമണ്ടും അതുപോലെ തന്നെ നല്ല നല്ല അക്കൗണ്ട്സുകളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇക്കാലത്ത് സ്കില്ലുള്ളവർക്കല്ല പ്രാധാന്യം, നല്ല അക്കൗണ്ടും നല്ല കളക്ഷൻസും ഉള്ളവർക്ക്. അത് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേര് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. എന്തേ ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്നാൽ ഈ വീഡിയോ ഓൾഡ് ഫ്രീ ഫയർ പ്ലേയേഴ്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ അത്രയധികം പ്രിയപ്പെട്ടവരായിരിക്കും. അവരൊക്കെ ഇനി എന്ന് തിരിച്ചു വരുന്ന എനിക്കറിയില്ല, പക്ഷെ വന്ന് കഴിഞ്ഞാണ്ടല്ലോ അതൊരു 1.5 വരവായിരിക്കും കേട്ടോ. ഗൈസ്, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പുട്ടു ഗെയിമിങ്ങിന്റെ ഐഡിയ ആണ്. ഇതാണ് നമ്മുടെ സ്വന്തം പുട്ടു ഗെയിമിങ്ങിന്റെ ID. ഏകദേശം നോക്കുകയാണെങ്കിൽ 3 മണിക്കൂറോളം ഇനാക്റ്റീവ് ആണ്. പക്ഷെ നമ്മുടെ പുട്ടു ഗെയിമിംഗ് ഇപ്പൊ ഈ ഫ്രീ ഫയർ അക്കൗണ്ട് കറന്റ് സെയിൽ ചെയ്തേക്കാണെന്നാണ് തോന്നുന്നത്, കാരണം പേരൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി പുട്ടു ഗെയിമിങ്ങിനെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് പണ്ട് ഫ്രീ ഫയർ ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കിയ ഒരു യൂട്യൂബറാണ്. ആള് കറന്റ് മെയിൻ ചാനൽ നൈസായിട്ട് സെയിൽ അടിച്ചിട്ട് സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായി. ബട്ട് ഇപ്പൊ സെക്കൻഡ് ചാനലും ആക്റ്റീവ് അല്ല കേട്ടോ. ബുയ്യ പാസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലൈറ്റ് പാസ് നോക്കണമെന്നുണ്ടെങ്കിലും ആളും കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ മേടിച്ച ആളാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ എല്ലാം നല്ല രീതിക്ക് ടോപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇപ്പൊ നല്ല രീതിക്ക് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐഡിയ ആണ് ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് പണ്ട് ആലോചിച്ച് ഓർമ്മ ഉണ്ടാവും, അതായത് ഓരോരുത്തരും ഫ്രണ്ട് ആക്കാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ലൈവിലൊക്കെ പിന്നാലെ നടന്നിരുന്ന ആ ഒരു സമയം അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ. ലിസ്റ്റിൽ നമ്പർ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ അത്യാവശ്യം കോമഡിയും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഗെയിം പ്ലേയും കാഴ്ചവെച്ച് കൊണ്ടുവന്നിരുന്ന ഇപ്പൊ ആള് വ്ളോഗിംഗ് ഒക്കെയാണ് ചെയ്യണത്. പക്ഷെ ഫണ്ടാണെങ്കിൽ ആള് ഫ്രീ ഫയർ ആയിരുന്നു കേസ് കളിച്ചായിരുന്നത്, ഫ്രീ ഫയറിന്റെ വീഡിയോസ് ആയിരുന്നു ഇട്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഫ്രീ ഫയർ ID അവസ്ഥ ഇപ്പൊ എന്താ നമുക്കൊന്ന് നോക്കി നോക്കാം ഗേസ്. അപ്പൊ ഇതാണ് നമ്മുടെ കള്ളണ്ണന്റെ ID. നോക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 30 ഡേയ്സോളം ഇനാക്റ്റീവ് ആണ് കേട്ടോ. അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബുയ്യാപ്പാസും അതുപോലെ തന്നെ കറന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇനാക്റ്റീവ് ആണ് ID. ബട്ട് ഗൈസ്, ഈ ഒരു ബുയ്യാപ്പാസ് മാത്രമേ കളിക്കാത്തുള്ളൂ. കഴിഞ്ഞ ബുയ്യാപ്പാസ് ഈ അക്കൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. അതായത് ഗൈസ്, കഴിഞ്ഞ മാസം ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവ് ആയിരുന്നു. ഈ അക്കൗണ്ടിൽ ഇടയ്ക്ക് കളിക്കും ഇടയ്ക്ക് കളിക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഗൈസ്. കള്ളം തന്നെയാണോ കളിക്കുന്നതെന്ന് അറിയില്ല. അവിടെ ബയോ നോക്കി കഴിഞ്ഞാൽ നോക്കിയേ ഓറ ഈസ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതായത് അറിയാലോ. ഇനി നമ്മൾ നോക്കാൻ പോണത് ഗെയിം പ്ലേ കൊണ്ട് വലിയ മാസൊക്കെ കാണിച്ച പഴയ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നില്ല ഗൈസ്? ആരാന്ന് മനസ്സിലായ? അതായത് ഏത് കണ്ണ് കിട്ടിയാലും എനിമിയുടെ മുന്നിൽ പോവാ, തല അടിക്കുക, പൊളിക്കുക. തല മാത്രല്ല, ബോഡി കിട്ടിയ ബോഡി. അങ്ങനത്തെ ഒരു സ്കീമിൽ കളിച്ചേർന്ന ഒരാളില്ലേ? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മീ ഗെയിമർ. അപ്പൊ നമുക്ക് ആളുടെ ID ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പൊ നമ്മുടെ മീ ഗെയിമറിന്റെ ID ഇനാക്റ്റീവ് ആയിട്ട് ഏകദേശം 1 day ആയിട്ടുള്ളൂ കേട്ടോ. ആളിപ്പോ യൂട്യൂബിലൊന്നും തീരെ ആക്റ്റീവ് ഒന്നല്ല. മൂപ്പരാളിപ്പോ ജോലിക്കൊക്കെ പോയിട്ട് സെറ്റ് ആയി എന്നാണ് തോന്നുന്നത്. അക്കൗണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ 76 ലെവൽ ഉണ്ട്. അതേപോലെ തന്നെ പ്രൈം ലെവല് 4 ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ അത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം എന്ത് വന്നാലും അപ്പൊ എടുക്കണ ഒരാളല്ലേ, പറയാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് പോയിണ്ടാവും ഗെയിമിൽ. അപ്പൊ എന്തോ ആവട്ടെ, ഞാൻ വിചാരിച്ചു മീ ഗെയിമർ കറന്റ് ആക്റ്റീവ് അല്ലാന്ന്. ബട്ട് ഗൈസ്, ഇന്നലെ ആളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം വീഡിയോ ചെയ്താൽ ഞാനിപ്പോ ആരായി? ശശിയായില്ലേ? അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ആളാരാന്ന് നോക്കി കഴിഞ്ഞാൽ ഗൈസ്, പ്രൈമിൽ അടിപൊളിയായിട്ട് കളിച്ചിരുന്ന ഒരു ഗെയിമർ തന്നെയാണ് കേട്ടോ. അതാരാന്ന് നോക്കണേലും മുന്നേ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ആരെങ്കിലും ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ പേര് കമന്റ് ചെയ്തോളൂട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അവരൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 4th ആയിട്ടുള്ള ഗെയിമർ ആരാന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാ ഗെയിമർ ആട്ടാ. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാ ഗെയിമറിന്റെ ID അടിച്ച് നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം 30 ഡേയ്സോളം ഇനാക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ചാനലിൽ വീഡിയോ ഇട്ടത് നോക്കി കഴിഞ്ഞാൽ ഗൈസ് മാസങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ബട്ട് ഗൈസ്, ഇവിടെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് അൺആക്റ്റീവ് ആണെങ്കിലും
കഴിഞ്ഞ മാസത്തെ ബുയ്യാപ്പാസ് എടുത്തിട്ടുമുണ്ട്, അത് കംപ്ലീറ്റ് ആക്കിയിട്ടുമുണ്ട്. മാമന്റെ ഡ്രസ്സ് പിന്നെ പറയണ്ടല്ലോ, ബ്ലാക്ക് ടീഷർട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് മൂപ്പരാള് നല്ല ഗെറ്റപ്പിലൊക്കെയാണ് നിൽക്കണേ. ബട്ട് ഗൈസ് ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ഇപ്പൊ തീരെ ആക്റ്റീവ് അല്ല. നമ്മുടെ ഇപ്പോഴത്തെ ബുയ്യാപ്പാസിന്റെ ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ കറണ്ട് 1 30 ഡേയ്സ് ഇനാക്റ്റീവ് ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമറിന്റെ അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പണ്ടത്തെ ഒരു മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഇവന്റ്സ് ഒക്കെ പറഞ്ഞു തരുന്ന ഒരാളായിരുന്നു ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഗൈസ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. നല്ല കിടിലനായിട്ട് ഗോൾഡൻ പ്രൊഫൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ ഐഡിയ ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമറിന്റെ. ഇതിന് മുന്നത്തെ എല്ലാ ബുയ്യാപ്പാസ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയിൽ വന്നിട്ട് നൈസായിട്ട് ബുയ്യാപ്പാസ് എടുത്ത് കളിച്ച് കളക്ഷനൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നതാണ് തോന്നണം കേട്ടാ. പറയാൻ പറ്റില്ല. ഇനി ഇത് രസാലേ ആ ബാഡ്ജ് ആൽബം ഇങ്ങനെ നമ്മുടെ ബുയ്യാപ്പാസിന്റെ ആയാലും എലൈറ്റ് പാസിന്റെ ആയാലും ഇങ്ങനെ മഞ്ഞ കത്തി നിൽക്കണ കാണാൻ എന്ത് രസാലേ. അപ്പൊ ഇനി നോക്കാൻ പോണത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടാ, അതായത് ഒട്ടുമിക്ക ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും അറിയുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും കണ്ണിലുണ്ടായിട്ടുള്ള ഒരു യൂട്യൂബറുടെ പേരാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണേ. പിന്നെ വേറെ ആരും അല്ല ഗൈസ്, ഞാൻ തന്നെയാ. അപ്പൊ നമുക്ക് എന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കിയാലോ. അപ്പൊ നമ്മളെ AK ഗെയിമിങ്ങിന്റെ പ്രൊഫൈൽ നോക്കുമ്പോഴാണ് 10 ഡേയ്സോളം ഇനാക്റ്റീവ് ആണ് ഗൈസ്. അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വലിയ ആനിമേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമറിന്റെ പോലെ തന്നെ ഈ മാസത്തെ ബുയ്യാപ്പാസും കളിച്ചിട്ടില്ല. അതിന് മുന്നത്തെയൊക്കെ ഭയങ്കര ഇനാക്റ്റീവ് തന്നെയാണ് ID മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. ഇതിന്റെ കാരണം എനിക്ക് ഒന്ന് തന്നെ പറയാനുള്ളൂ, എല്ലാ യൂട്യൂബേഴ്സും ഇനാക്റ്റീവായി എന്താ ഫ്രീ ഫയർ പ്ലെയേഴ്സിന്റെ എണ്ണം കുറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ നൈസായിട്ട് ഗെയിം നിർത്തി. കൂടെ കളിക്കണവരും അതുപോലെ തന്നെ ഗെയിം നിർത്തി. ബട്ട് ഗൈസ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഞാൻ ഗെയിം നിർത്താനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ കൂടെ കളിക്കണവരും അതുപോലെ തന്നെ ഞാൻ വീഡിയോസ് കണ്ടിരുന്ന യൂട്യൂബേഴ്സൊക്കെ ഗെയിം നിർത്തിയപ്പോഴാണ് ഞാൻ നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോയത്. കാരണം ഗെയിമിൻ്റെ രീതിയും ഭാവമൊക്കെ മാറി വന്നു തുടങ്ങി. അങ്ങനെ തന്നെ ആയിരിക്കും ഫ്രീ ഫയർ നിർത്താനുള്ള ഒട്ടുമിക്ക ആൾക്കാരും. ഇതൊരു പെയ്ഡ് ഫയർ ആണെന്ന് മനസ്സിലായപ്പോൾ നൈസായിട്ട് എല്ലാവരും ഗെയിം നിർത്തിയവരായിരിക്കാം ഭൂരിഭാഗം പേരും. ആണോ അല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ. ഇനി ഗൈസ് ഞാനിപ്പോൾ ഫ്രീ ഫയറിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് കറൻ്റ്ലി. അപ്പോൾ എത്ര നാൾ ഞാൻ ആക്റ്റീവായി നിൽക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ് ഞാൻ ഫ്രീ ഫയർ കളിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ നമ്മളവിടെ കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചേക്കാട്ടോ, ഞാൻ ഫ്രണ്ട് ആക്കിയേക്കാം. ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചവരൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ഫ്രീ ഫയർ നെയിം എന്താന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം. കാരണം ജസ്റ്റ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പണ്ടത്തെ യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര പേര് ഈ വീഡിയോ കാണുന്ന എനിക്ക് അറിയത്തില്ല. അപ്പോൾ കണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ ഇട്ട് വെച്ചേക്കാനും മറക്കണ്ട. ആരോടെയും പറയാൻ മറന്നു, ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. അതായത് അടുത്ത വീഡിയോയിൽ ഏതൊക്കെ യൂട്യൂബേഴ്സിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ബാക്കി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ ഗൈസ്, ഗുഡ് ബൈ.